ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ 100ാമത്തെ വീഡിയോ ആണ്, 100ാമത്തെ ഫുഡ് വീഡിയോ ആണ്. അടിപൊളിയായിട്ട് എല്ലാവരും നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയും സപ്പോർട്ട് ചെയ്യണം. അതിനെല്ലാവർക്കും ഒരു നന്ദി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി നോൺ വെജ് ഐറ്റമാണ് ചിക്കൻ മഹാറാണി. നമ്മുടെ 100ാമത്തെ വീഡിയോയുടെ സ്പെഷ്യൽ വീഡിയോ ആണ് ചിക്കൻ മഹാറാണി. അപ്പോൾ നമ്മുടെ ചിക്കൻ മഹാറാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഇനിയും സപ്പോർട്ട് ചെയ്യുക. മഹാറാണി ചിക്കൻ ഉണ്ടാക്കാനെ കൊണ്ട് ഞാനിപ്പോൾ ഒരു 1/2 kg ചിക്കനാണ് എടുത്തേക്കുന്നത്. വലിയ പീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണിത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മഹാറാണി ഉണ്ടാക്കാനെ കൊണ്ട് നമുക്ക് ഫസ്റ്റിൽ ഒരു അരപ്പ് ഉണ്ടാക്കണം. ഈ മഹാറാണി ചിക്കൻ്റെ സ്പെഷ്യാലിറ്റി ഈ അരപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമേ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം. കൂടെ തന്നെ മല്ലിയാണ്, മല്ലി 2 ടേബിൾ സ്പൂൺ മല്ലി. പിന്നെ നമ്മുടെ പട്ടയാണ്, പട്ട ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ശ്രദ്ധിച്ചോണം. ഒരു 5 വറ്റൽ മുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. ഇത് നമ്മുടെ കശുവണ്ടിയാണ്. കശുവണ്ടി ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി, മൂപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് കരിക്കരുത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇത് നമ്മുടെ സ്റ്റാർ അനീസ് 2 എണ്ണമാണ്, ഗ്രാമ്പൂ 2 എണ്ണം, അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം. അത് രണ്ടും ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പം നമ്മുടെ സ്റ്റാർ അനീസും പട്ടവകളും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, വറ്റൽമുളകൊക്കെ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്തേക്കാം. ഓഫ് ചെയ്തൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അതിൻ്റെ കൂടെ വേറെ കുറേ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടും മസാലകളും ഒക്കെ ഒന്ന് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയില കുറച്ച് എടുത്ത് അരിഞ്ഞതാണ്, അതിൻ്റെ തലപ്പ്, അതിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഇഞ്ചിയും പൂണ്ടുമാണ്. അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. 2 ടീസ്പൂൺ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മതി. ശേഷം 3 പച്ചമുളകാണ്, അത് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ വിചാരിക്കരുത് ഞാനൊരു സൈക്കോയാണെന്ന്. ഇത് പാലാണ്, ഒരു ബോൾ പാലെടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. വട്ടാന്ന് വിചാരിക്കരുത്. പാല്, മുളക് എന്തോ ഇവൻ കാണിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. അല്ലെ പാൽപ്പൊടി ആയാലും യൂസ് ചെയ്യാം. സോ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ലോണം അരച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അരപ്പ് സെറ്റായിട്ടുണ്ട്. നമുക്ക് മഹാറാണി ചിക്കൻ ഉണ്ടാക്കാനെ കൊണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ആദ്യമേ 1 ടേബിൾ സ്പൂൺ നെയ്യാണേ. നെയ്യൊന്ന് ഉരുകട്ടെ. അപ്പോൾ നമ്മുടെ നെയ്യൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ സവാളയുണ്ട്. സവാള ഒരു 2 എണ്ണം അരിഞ്ഞത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സവാള നമുക്കൊന്ന് വഴറ്റാം. ആദ്യമേ സവാള നമ്മൾ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്തോട്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ, 1/2 കിലോ ചിക്കനാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. വലിയ പീസാണ് എപ്പോഴും മഹാറാണി ചിക്കൻ ഉണ്ടാക്കാനെ കൊണ്ട് നല്ലത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ നെയ്ക്കകത്തിട്ട് സവാളയുടെ കൂടെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അരപ്പ് അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നല്ല വാസനയാണ് ഇതിൻ്റെ അരപ്പിന്. ആ മസാലയുടെയൊക്കെ മണം അടിപൊളിയാണ്. നിങ്ങളിപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും എന്തിനാ ഇവൻ പാലൊഴിച്ചതെന്ന്. ഈ ചിക്കൻ കറിയുടെ സ്പെഷ്യലി അത് തന്നെയാണ്, പാലൊഴിക്കണം. അല്ലെങ്കിൽ പാൽ പൗഡർ, മിൽക്ക് പൗഡർ കിട്ടും. നമ്മൾ ചായ ഉണ്ടാക്കുന്ന മിൽക്ക് പൗഡർ അല്ല, വേറെ മിൽക്ക് പൗഡർ കിട്ടും, അത് യൂസ് ചെയ്യാം. അപ്പം ഇത് നല്ലോണം നമുക്കൊന്ന് ഇളക്കാം.
അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഒഴിച്ച് നല്ലോണമൊക്കെ ഒന്ന് ഇളക്കി ഇതിനകത്ത് നമുക്കൊരു അര ബൗൾ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്തതിന് ശേഷം നല്ലോണമൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇവനെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ നല്ലോണമൊക്കെ അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇതൊരു 20 മിനിറ്റ് മിനിമം ഇങ്ങനെ ഇരുന്ന് വേവണം, അടച്ച് വെച്ച് വേവിക്കണം. അതിനുശേഷം നമുക്ക് എടുത്ത് ഇളക്കി നല്ലോണക്കും ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് ഇത് കുത്തി മറിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിപൊളിയായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റും കൂടി ഇത് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് അടിപൊളിയായിട്ട് കുക്കായി വരും. അപ്പോൾ നമ്മുടെ മഹാറാണി ചിക്കൻ വെച്ചിട്ട് 20 മിനിറ്റായി. നമുക്ക് തുറന്നു നോക്കാം. അടിപൊളിയായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല വാസനയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ ചിക്കൻ മഹാറാണി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ ചിക്കൻ മഹാറാണി എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ സ്പൈസിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ്, ഈ ചിക്കൻ്റെ ടേസ്റ്റ് വളരെ മികച്ചതാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര മികച്ചതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.